നമ്മളൊക്കെ ഞായറാഴ്ച വൈകുന്നേരം തൊട്ടാണ് കൊടിയേറ്റം കയറിയത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങൾ ത്രൂ ഔട്ട് പ്രോഗ്രാമുകളായിരുന്നു ഉണ്ടായിരുന്നത്. നാടൻ പാട്ട്, അതുപോലെ തന്നെ ഈ നാട്ടിലെ കുട്ടികളിലെ വലിയവരൊക്കെ മത്സരങ്ങളും തിരുവാതിര അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കണ്ടക്ട് ചെയ്തത്. വളരെ നല്ല സപ്പോർട്ടാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ട്. ചാക്യാർകൂത്തുണ്ടായിരുന്നു, ഓട്ടംതുള്ളൽ, ക്ഷേത്രകലകളെല്ലാം തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശുകുപുരം ദിലീപിൻ്റെ 70ഓളം കുട്ടികൾ വരുന്ന പാണ്ടിമേളം നമ്മൾ ഇന്നലെ വൈകുന്നേരം അതിഗംഭീരമായി ഈ സ്റ്റേജിൽ തന്നെ വെച്ചിട്ട് തന്നെ നടത്തിയിരുന്നു. എല്ലാം നല്ല രീതിയിലാണ് നടന്നത്. അതെ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ക്രൗഡ് ഉണ്ടായി. നമ്മൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വളരെ നല്ല ക്രൗഡാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സമാപനമാണ്. അതെ അതെ, നാളെ സമാപനം നമ്മൾ വൈകുന്നേരം നമ്മളൊരു 3 മണിക്ക് വളാഞ്ചേരി ടൗണിൽ നിന്ന് നമ്മൾ വേഷങ്ങളും മേളങ്ങളുമായിട്ട് ഒരു വരവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അമ്പലത്തിൽ കയറി വൈകുന്നേരം അതിഗംഭീര ഗാനമേളയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെയർമാൻ, എന്താണ് വലിയ ആവേശപൂർവ്വം തന്നെയാണ്? ഇദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ആവേശപൂർവ്വം തന്നെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽക്ക് ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തം, അതാണ് വളരെ പ്രധാനം. എല്ലാ വർഷവും ഉണ്ടായതിനേക്കാളും കൂടുതൽ ജനപങ്കാളിത്തം ഉള്ളതായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കലാപരിപാടികളും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. നാളെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. പറഞ്ഞതുപോലെ അതിൻ്റെ സമാപനമൊക്കെ വളരെ ഭംഗിയായിട്ട് എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമാക്കി തന്നതിൽ അതും ഞങ്ങൾക്ക് ഈ ഇവിടെ നന്നായി നടത്താൻ പറ്റും. അത് വലിയൊരു ആകാംക്ഷയായിരുന്നു. കാരണം ഇത്രയും ആളുകളെ എവിടെ നിർത്തി നടത്തും എന്നുള്ളത് അതൊന്നും പരിഹരിക്കാൻ സാധിച്ചു. അതെല്ലാം നന്നായി നടക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ നല്ല പങ്കാളിത്തമാണ് നമ്മൾ ഇതിന് പ്രധാനം. കാരണം എല്ലാ ദിവസവും 1500ഓളം ആൾക്കാർക്ക് ഉച്ചഭക്ഷണം, അതുപോലെ പ്രാതൽ, അത്താഴം, എല്ലാ രീതിയിലും നല്ല പങ്കാളിത്തത്തോടു കൂടി കൊണ്ട് ഇപ്രാവശ്യത്തെ കുറച്ചും കൂടി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു ആഘോഷ കമ്മിറ്റി എന്ന രീതിയിൽ നമ്മുടെ ഒരു സന്തോഷം. നല്ല രീതിയിൽ പങ്കാളിത്തം. കൂടാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ വളരെ തിങ്ങി നിറഞ്ഞ രീതിയിലായിരുന്നു ആൾക്കാരുടെ പങ്കാളിത്തം. അതുപോലെ തന്നെ മെഗാ തിരുവാതിര നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം 2 ദിവസം മുന്നേ ഇവിടെയൊക്കെ മഴ പെയ്ത് വെള്ളം കെട്ടിവെക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തേക്ക് നമുക്കത് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസം മുമ്പായിരുന്നു തൃശ്ശൂർ പൂരം സമാപിച്ചത്. ആ ഒരു സമയം ഇവിടെ ഉത്സവം അരങ്ങേറുകയായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ആവേശം തീർച്ചയായിട്ടും എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു വൈക്കത്തൂർ ഉത്സവവും തൃശ്ശൂർ പൂരവും ഒരേ സമയത്താണ് ഏകദേശം വരാറ്. അതിൻ്റെ ഒരു ആവേശം എല്ലാവരിലും അതിൻ്റെ ഒരു അലയെന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്കും പൂരം ആഘോഷിക്കാനുള്ളൊരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പങ്കാളിത്തമാണ് വളരെ പ്രധാനം. സ്വാഭാവികമായിട്ടും എല്ലാ നാട്ടുകാരും ഭക്തരും നല്ല രീതിയിലുള്ള സഹകരണം പങ്കാളിത്തമാണ് ഇതിൻ്റെ ഒരു വിജയമായി മാറുന്നത്. കമ്മിറ്റിയുടെ ഒരു പ്രവർത്തനങ്ങൾ അത് എല്ലാം ഫലം കൊണ്ട് തീർച്ചയായും ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ ട്രസ്റ്റി ബോർഡും പിന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും എല്ലാവരും, അതുപോലെ നമ്മുടെ തന്ത്രി, മറ്റ് ജീവനക്കാർ, അവരെല്ലാവരും വളരെ നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു. ഉത്സവ അകത്തുള്ള ചടങ്ങുകൾ ആയി കഴിഞ്ഞാലും നമ്മുടെ മറ്റ് കലാപരിപാടികളെ ബാധിക്കാത്ത തരത്തിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് തന്ത്രിമാരുടെയും മറ്റും ഉണ്ടായത്. നാളെ പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ആറാട്ടാണ്. അത് വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ദേവൻ്റെ ആറാട്ടാണ്. ആറാട്ടിന് മുന്നേ നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വൈക്കത്തൂർ ടൗണിൽ നിന്നുള്ള ഒരു വരവിൽ ഒരു 100ഓളം സ്ത്രീകളുടെ ഒരു താലത്തോടു കൂടിയുള്ള വരവാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് വേഷങ്ങളും വാദ്യങ്ങളോടു കൂടിയുള്ള ഒരു വരവാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഒരു മാറ്റം എന്നുള്ളതിൽ ആന ഇപ്രാവശ്യം ഉണ്ടാവില്ല. അതിന് പകരം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ രഥമാണ് ആനയ്ക്ക് പകരം നമ്മളെ രഥമാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് പല ഉത്സവ സ്ഥലങ്ങളിലും ആന ഇടയുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളതൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ തന്ത്രിയുമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണ്. പക്ഷേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നാളത്തെ
കുറി ആവേശപൂർവ്വം തന്നെ ജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ആഘോഷം നടത്തുക എന്ന് ഞങ്ങളെ ലക്ഷ്യം. അത് വിജയിച്ചിട്ടുണ്ടെന്ന് എന്നോടിപ്പോൾ പഴയ ഒരു പ്രസിഡന്റ് 4 വർഷം മുമ്പുള്ള ഒരു പ്രസിഡന്റ് വന്ന് പറഞ്ഞു, ഇതിൽ നിങ്ങൾ വിജയിച്ചിരുന്നു. ജനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുക, അതായത് നിങ്ങൾ വിജയിച്ചിരുന്നു ഇപ്പോൾ പറഞ്ഞുള്ളൂ, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നല്ലതാണ്. ആവേശപൂർവ്വമാണ് മെഗാ തിരുവാതിരയ്ക്ക്. ഓക്കെ, അതെ അതെ, ഞാൻ അതിനും എല്ലാം സഹകരിച്ചുകൊണ്ട് സ്ത്രീകളെ പങ്കെടുപ്പിച്ച നല്ല ഒരു സമാപിക്കുകയാണ്. നാളെ സമാപനമാണ്. സെറ്റാണ്, എല്ലാം സെറ്റാണ്. വരും കാലങ്ങളിൽ ഈ ആവേശം ഉണ്ടാകും. വരും വർഷങ്ങളിലും ഈ ആവേശം തന്നെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ കടാക്ഷത്തും കൊണ്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. ക്ഷേത്രപാലനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വേട്ടമൃഗത്തിനെ വേട്ട ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് രാത്രി ശ്രീകോവിലിൽ കയറില്ല, പുറത്ത് കിടന്ന് രാവിലെ അവിടുന്ന് ആറാട്ടിന് എഴുന്നള്ളിക്കുക ചെയ്യുക. അപ്പോൾ ഈ ക്ഷേത്രപാലനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പോണ ആ ചടങ്ങാണ് പള്ളിവേട്ട. നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മതിലിന് പുറത്ത് അതായത് ദേവൻ്റെ ഭൂമിയിൽ നിന്ന് വേണം വേട്ട ചെയ്യാൻ. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഈ ക്ഷേത്ര മതിലിന് പുറത്ത് പാണ്ടി കൊട്ടുക. അത് പാണ്ടി അവസാനിപ്പിച്ച് മതിലിന് അകത്ത് കയറുമ്പോൾ പാഞ്ചാരി. ഇപ്പോൾ ക്ഷേത്ര മതിലിന് പുറത്തേ പാണ്ടി കൊട്ടുള്ളൂ. ആ പാണ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.